ഒമാനിൽ വൻ സ്വർണ്ണക്കൊള്ള 10 ലക്ഷം റിയാലിന്റെ സ്വർണം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. ശീതകാല ടൂറിസവുമായി മക്ഷിനിൽ വിന്റർ ഗേറ്റ്വേ ആരംഭിച്ചു. ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിൽ ഒമാന് നേട്ടം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മസ്കറ്റ് കുബ്രയിലെ ജ്വല്ലറിയിൽ നിന്ന് 10 ലക്ഷം ഒമാനി റിയാൽ മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ച കേസിൽ 2 വിദേശികൾ അറസ്റ്റിലായി. ടൂറിസ്റ്റ് വിസയിൽ ഒമാനിലെത്തിയ 2 യൂറോപ്യൻ വിനോദസഞ്ചാരികളാണ് അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുമായി ചേർന്ന് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലാണ് തൊണ്ടി മുതൽ സഹിതം പ്രതികൾ പിടിയിലായത്. ഗുബ്ര മേഖലയിലെ പ്രധാന ജ്വല്ലറി ഷോപ്പുകളെല്ലാം പ്രതികൾ ആദ്യമേ നോട്ടമിട്ടിരുന്നു. തുടർന്ന് ഗുബ്രയിലെ ഹോട്ടലിൽ താമസിച്ച് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തു. മോഷണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയ പ്രതികൾ പുലർച്ചെ 4ഓടെ ജ്വല്ലറിയുടെ പിൻഭാഗത്തെ മതിൽ മെഷീൻ ഉപയോഗിച്ച് തകർത്ത് അകത്തുകയറി. വൻ തോതിൽ ആഭരണം കവർന്ന സംഘം സേഫ് കുത്തി തുറന്ന് അതിലെ പണം കൈക്കലാക്കുകയും ചെയ്തു. മോഷണ വസ്തുക്കൾ സേഫ പ്രദേശത്തെ കടൽ തീരത്ത് പ്രതികൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു. മോഷണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ദോഫാർ ഗവർണറേറ്റിലെ മക്ഷിൻ വിലായത്തിൽ വിന്റർ ഗേറ്റ്വേ എന്ന പ്രമേയത്തിൽ മന്ദർ അൽ ദബ്യാൻ സാംസ്കാരിക പാരമ്പര്യ ഫോറം ആരംഭിച്ചു. ശീതകാല ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് വധൂവിയൻ സംസ്കാരം, പരമ്പരാഗത കലകൾ, പ്രാദേശിക പൈതൃകം എന്നിവ ആഘോഷിക്കുന്ന വർണ്ണാഭമായ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മക്ഷിൻ വിലായത്തിന്റെ വാലി ഓഫീസ്, ദോഫാറിലെ സാംസ്കാരിക, കായിക, യുവജനകാര്യ ഡയറക്ടറേറ്റ് ജനറൽ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഫോറത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ലുബാൻ കാരവൻ, കവിതാ സന്ധ്യകൾ, പരമ്പരാഗത കലാപ്രകടനങ്ങൾ, വധുവിയൻ ജീവിതശൈലി പ്രതിഫലിപ്പിക്കുന്ന കരകൗശല പ്രദർശനം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. പ്രദേശത്തിന്റെ സാംസ്കാരിക, ചരിത്ര, ടൂറിസം സാധ്യതകൾ പുറമേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് മന്ദർ അൽ ദബ്യാൻ ഡെപ്യൂട്ടി വാലി അവാദ് ബിൻ സലീം മസാൻ വ്യക്തമാക്കി. ആർട്ട് ആൻഡ് ക്യാപിറ്റൽ പുറത്തിറക്കിയ ഗ്ലോബൽ പാസ്പോർട്ട് പവർ റാങ്കിങ്ങിൽ ഒമാന് 51ാം സ്ഥാനം. 97 പോയിന്റുമായാണ് ഒമാന്റെ നേട്ടം. കഴിഞ്ഞ ജൂലൈയിൽ പുറത്തിറക്കിയ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒമാൻ 56ാം സ്ഥാനത്തായിരുന്നു. ആർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗ്ലോബൽ പാസ്പോർട്ട് പവർ റാങ്കിങ്ങിൽ UAE പാസ്പോർട്ടാണ് 1ാം സ്ഥാനത്തുള്ളത്. സിംഗപ്പൂർ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടാമത്. ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 175 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്രയ്ക്ക് അനുമതിയുണ്ട്. പാസ്പോർട്ട് ഇൻഡെക്സിൽ മൊത്തം 199 രാജ്യങ്ങളെയാണ് പരിഗണിച്ചത്. ഇതിൽ 193 യുണൈറ്റഡ് നേഷൻസ് അംഗരാജ്യങ്ങളും 6 ടെറിട്ടറീസുകളും ഉൾപ്പെടുന്നു. ഓരോ രാജ്യത്തിന്റെയും മൊബിലിറ്റി സ്കോർ, വിസ ഫ്രീ, വിസ ഓൺ അറൈവൽ, പ്രവേശനത്തിന്റെ അനുപാതം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണയിച്ചത്. ഒമാനിൽ മുസന്തം ഗവർണറേറ്റിൽ ഞായറാഴ്ച കനത്ത മഴ ലഭിച്ചു. മുസന്തമിലെ കസബിലും വടക്കൻ ബാത്തിനയിലെ ഷിനാസിലുമാണ് കനത്ത മഴ പെയ്തത്. മലകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചിറങ്ങി മേഖലയിലെ ചില റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പല വാദികളും നിറഞ്ഞൊഴുകി. കസബിലെ ഖോർ ദിബയിൽ തീരദേശത്ത് കൂടി കടന്നു പോകുന്ന റോഡ് പൂർണ്ണമായും വെള്ളത്തിലായി. മലഞ്ചരിവുകളിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കുത്തിയൊലിക്കുന്ന സാഹചര്യവും ഉണ്ടായി. തെക്കൻ ഷിനാസ് എക്സ്പ്രസ് വേയിലും മഴവെള്ളം കയറി ഗതാഗതം മന്ദഗതിയിലായി. അറേബ്യൻ ഗൾഫിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്കു കാരണം. UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലും മഴ കനത്തിട്ടുണ്ട്. മഴയുള്ള സമയങ്ങളിൽ പൊതുജനങ്ങളും വാഹനം ഓടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. GCC വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ 2ാം ജയം തേടി ആതിഥേയരായ ഒമാൻ ഇന്ന് വീണ്ടും ഇറങ്ങുന്നു. ഒമാനെ പോലെ ഒരു ജയവും ഒരു തോൽവിയും ക്രെഡിറ്റിലുള്ള ബഹ്റൈനാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ UAEയുടെ തോൽവി വഴങ്ങുകയും 2ാം മത്സരത്തിൽ സൗദിയെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഒമാന് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറണമെങ്കിൽ ഈ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.